ഹലോ, ഇന്നത്തെ അന്തരീക്ഷം ദേ ഇങ്ങനെയാട്ടോ. വെയിലുമില്ല മഴയില്ല. അപ്പോൾ രാവിലെ തന്നെ ദേ ചായ കുടിച്ചതിന് ശേഷം ഇതെൻ്റെ പുതിയ അതിഥിയാണ്. കുറച്ച് ദിവസമായി ഞാൻ മേടിച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. അപ്പോൾ ഞാൻ അതിന് തീറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉച്ചക്കലത്തൊക്കെ ഉള്ള ചോറ് വെക്കാൻ പോവാണ്. അപ്പോൾ ദേ വെള്ളം എടുത്ത് അരി കഴുകിയിട്ട്, അപ്പോൾ ഇവിടെ ഈ ഒരു സ്വിച്ച് ബോർഡ് ഉള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ട് അടുപ്പ് കുത്തണം, മിക്സി കുത്തണം, ഈ വെള്ളത്തിൻ്റെ സ്വിച്ച് കുത്തണം. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ദേ അരിയൊക്കെ ഞാൻ കഴുകിയിട്ടതിന് ശേഷം അവിടെ കുറച്ച് വെള്ളം പോയി, അതൊക്കെ ഒന്ന് തുടച്ചിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞിടാൻ വരികയാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അനു കിടന്ന് ഉറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടുള്ളൂ ഇത് കുടഞ്ഞിടാനായിട്ട്. അവനെ ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് ചെയ്യത്തില്ല, ഭയങ്കര മടിയനാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസങ്ങൾക്ക് ശേഷം എനിക്കിന്ന് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തിരഞ്ഞു പിടിക്കുകയായിരുന്നു, കുറേ നാളായാലും ഇപ്പോൾ. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ തിരഞ്ഞു പിടിച്ച് എടുത്തിട്ട് ഇപ്പുറത്തെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് തേക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഉപ്പിട്ടും കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ നമ്മളെ ചോറ് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വിശക്കണം പറഞ്ഞപ്പോൾ പഴം ഇരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നെയ്യിൽ ഇട്ടുങ്ങായിട്ട് ഇങ്ങനെ പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മാവ് മുക്കാതെ പൊരിക്കണതാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ എനിക്കാണെങ്കിൽ പഴം ഭയങ്കരമായിട്ട് പഴുക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഇതിപ്പോൾ കുറച്ച് പഴുത്തിട്ടുണ്ട്. അങ്ങനെ അത് അടപ്പത്തിട്ടിട്ട് ഞാൻ എന്തോ എടുക്കാൻ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അനുവിനാണെങ്കിൽ അധികം കരിയണത് ഇഷ്ടമല്ല. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അവനക്കും കൊടുത്ത് ഞാനും കഴിച്ചതിൻ്റെ അടിച്ചു വാരാൻ പോവുകയാണ്. അപ്പോൾ ചവിട്ടികളൊക്കെ എടുത്ത് കുടഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് തുടക്കണില്ല, അടിച്ചു വാരി മാത്രമേ ഇടുന്നുള്ളൂ, കാരണം എനിക്ക് സമയമില്ല. അപ്പോൾ അടുക്കളൊക്കെ അടിച്ചു വാരി ഇടാണ്. മേശൊക്കെ ഒന്ന് മാറ്റിങ്ങായിട്ട് ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇടാണ്ട് ഇനി മൊത്തത്തിലുള്ള ഒരു ക്ലീനിങ്ങിനൊക്കെ സമയമായിട്ടുണ്ട്. കാരണം ബെഡ്റൂം ആയാലും അടുക്കളയായാലും മറ്റേ റൂമൊക്കെ, അതിനിടയ്ക്ക് ഞാൻ മറ്റേ റൂം ഭയങ്കരമായിട്ട് അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു രാത്രി തോന്നി, അപ്പോൾ ഞാനത് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടു. അങ്ങനെ ബെഡ്റൂം അടിച്ചു വരാൻ വന്നപ്പോൾ അവിടെ കുപ്പികൾ രണ്ടെണ്ണം ഇരിക്കണ്ടായി. അപ്പോൾ അനുവിൻ്റെ അടുത്ത് എടുത്ത് കൊടുത്തിട്ട് വെള്ളം നിറച്ച് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം അടിച്ചു വാരി അതൊക്കെ വാരി കളയാണ് വേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നല്ല ജലദോഷം ഉണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകുകയാണ്. അപ്പോൾ കുറച്ച് പാത്രം അധികമൊന്നുമില്ല, രാവിലത്തെ ചായ വെച്ച പാത്രം കഴുകി വെക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ പഴം വാട്ടി തിന്നതിൻ്റെ ഒക്കെ പാത്രം ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് അവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം ഞാൻ എനിക്ക് തേക്കാനുണ്ടായിരുന്നല്ലോ, പാവാടയും തേക്കണം, ഷോളും തേക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചിട്ടതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ടാണ് തേക്കണത്. നല്ല ഭാഗം തേക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കല്ല് പോലുള്ളതാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ തല കുളിച്ചില്ല, ഞാൻ ഇന്നലെ കുളിച്ചതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. അത് കഴിഞ്ഞ് ചോറ് റെഡി ആയിട്ടുണ്ടായി. അപ്പോൾ അത് വടിച്ച് വെക്കാൻ വന്നു. പിന്നെ ഇന്നലത്തെ മീൻകറി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി, ഇനി കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം, ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം, ഇനി ഫുഡ് കഴിക്കണം, പ്രാക്ടീസ് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.